എം.വി. ശ്രേയാംസ്കുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യ രാഷ്ട്രീയത്തിൻ്റെ ഒരു വ്യക്താവാണ്. സോഷ്യലിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ സോഷ്യലിസ്റ്റ് ആണ്, രാഷ്ട്രീയക്കാരനാണോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയക്കാരനാണ്, ബിസിനസ്സുകാരനാണോ എന്ന് ചോദിച്ചാൽ ബിസിനസ്സുകാരനാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രേയാംസ്കുമാർ. എന്നാൽ ഇപ്പോൾ LDF വേണ്ട രീതിയിൽ തങ്ങളെ പരിഗണിക്കുന്നില്ല എന്നുള്ള വലിയൊരു പരാതി ഈ RJDക്ക് ഉണ്ട്. ഇതിനകത്ത് മനയത്ത് ചന്ദ്രനും അതോടൊപ്പം തന്നെ KP മോഹൻ കൂത്തുപറമ്പ് MLA ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു കാരണവശാലും LDF വിടത്തില്ല. കൽപ്പറ്റയിൽ ശ്രേയാംസ്കുമാർ മത്സരിക്കും. പക്ഷേ കൽപ്പറ്റയിൽ ശ്രേയാംസ്കുമാർ മത്സരിക്കുന്നതോടുകൂടി അവിടെ നടക്കാൻ പോകുന്ന സംഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ LDFന്റെ സ്ഥാനാർത്ഥി ഒരു ഈസി വിന്നിലേക്ക് പോകും. നമസ്കാരം. സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ RJDയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എം.വി. ശ്രേയാംസ്കുമാർ ഏതെങ്കിലും തരത്തിൽ LDF വിടാനുള്ള സാധ്യതയുണ്ടോ? എം.വി. ശ്രേയാംസ്കുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യ രാഷ്ട്രീയത്തിൻ്റെ ഒരു വ്യക്താവാണ്. സോഷ്യലിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ സോഷ്യലിസ്റ്റ് ആണ്, രാഷ്ട്രീയക്കാരനാണോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയക്കാരനാണ്, ബിസിനസ്സുകാരനാണോ എന്ന് ചോദിച്ചാൽ ബിസിനസ്സുകാരനാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിത്വമാണ് ശ്രേയാംസ്കുമാറിൻ്റെ. MP വീരേന്ദ്രകുമാറിൻ്റെ മകൻ എന്നതിനപ്പുറത്ത് ഇപ്പോൾ മാതൃഭൂമിയുടെ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടതുപക്ഷ ചായ്വുള്ള ആളുകളാണ് മൊത്തത്തിൽ. അതിൽ നിന്ന് ഒക്കെ വ്യത്യസ്തമായിട്ട് കുറച്ച് നാൾ ഈ MP വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി UDFന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ LDF വേണ്ട രീതിയിൽ തങ്ങളെ പരിഗണിക്കുന്നില്ല എന്നുള്ള വലിയൊരു പരാതി ഈ RJDക്ക് ഉണ്ട്. അപ്പോൾ RJD എന്ന് പറയുന്നത് ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഈ RJD ഇപ്പോൾ LDFനകത്ത് അസ്വസ്ഥരാണ്, തങ്ങൾക്ക് പുറത്തേക്ക് പോകണം എന്നൊക്കെയുള്ള ചില നിർദ്ദേശങ്ങൾ ആ പാർട്ടിക്കകത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റിനായിട്ട് എത്തുന്ന സമയത്ത് ഈ ശ്രേയാംസ്കുമാറുമായിട്ടൊരു ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എപ്പോൾ വേണമെങ്കിലും UDFലേക്ക് വരാൻ വേണ്ടിയിട്ട് RJD തയ്യാറാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷേ എപ്പോഴും മുന്നണി മാറുന്ന സമയത്ത് കൃത്യമായൊരു കാരണം പറയണം. ഒരു കാരണവും പറയാതെ പെട്ടെന്ന് തങ്ങൾക്ക് വേണ്ട പരിഗണന ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടിക്കും ഒരു മുന്നണി വിട്ടിട്ട് മറ്റൊരു മുന്നണിയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഏകദേശം ഒരു ധാരണയിലായിട്ടുണ്ട് UDFുമായിട്ട്. ഇപ്പോൾ UDFന് മുമ്പിൽ ശ്രേയാംസ്കുമാർ വെച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ തങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ നൽകണം. അങ്ങനെ നൽകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തങ്ങൾ LDF വിട്ടിട്ട് UDFന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് തയ്യാറാണ് എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ഇതിനകത്ത് മനയത്ത് ചന്ദ്രനും അതോടൊപ്പം തന്നെ KP മോഹൻ കൂത്തുപറമ്പ് MLA ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു കാരണവശാലും LDF വിടത്തില്ല. പക്ഷേ ബാക്കിയുള്ള സംസ്ഥാന നേതാക്കന്മാരിൽ ഒട്ടുമിക്ക ആളുകൾക്കും LDF വിട്ടിട്ട് UDFലേക്ക് പോകണം എന്ന ഒരു മനസ്സുള്ള ആളുകളാണ്. അപ്പോൾ അതിന് ഇനിയിപ്പോൾ അധികം ദിവസങ്ങളില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ JDSനകത്ത് നടന്നിട്ടുള്ള ചില മാറ്റങ്ങൾ, JDSൽ പ്രവർത്തിച്ചിരുന്ന ആളുകളെല്ലാവരും ഇപ്പോൾ ISJD എന്നൊരു പാർട്ടിയിലേക്ക് മാറിയിട്ടുണ്ട്. ISJD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടി, അതായത് കൃഷ്ണൻകുട്ടിയുടെയൊക്കെ പുതിയ പാർട്ടിയാണ്. കാരണം JDSന്റെ അകത്തുനിന്ന് ദേവഗൌഡയൊക്കെ NDAയുടെ ഭാഗമായിട്ട് ചേർന്നതോട് കൂടിയിട്ട് അവിടെ നിന്ന് ഭിന്നി മാറി. അവർ ഇത്രയും നാളും ആ ദേവഗൌഡയുടെ പാർട്ടിയുടെ തന്നെ ഭാഗമായിട്ടാണ് നിന്നത്. പക്ഷേ ഈ അടുത്ത കാലത്താണ് അവർ പുതിയ പാർട്ടി രൂപീകരിച്ചത്, ISJD എന്ന് പറഞ്ഞുകൊണ്ട്. JDS ഇപ്പോഴും NDAയുടെ ഭാഗമായിട്ട് തന്നെ നിൽക്കുന്നു. ഈ JDS അല്ലെങ്കിൽ ദേവഗൌഡ എപ്പോൾ NDAയുടെ ഭാഗമായിരുന്നോ അന്ന് ആ മുന്നണി വിട്ട് പുറത്തേക്ക് വന്ന ആളാണ് നീലലോഹിതദാസൻ നാടാർ. കോവളം മുൻ MLA ഒക്കെ ആയിരുന്നു, മന്ത്രിയായിരുന്നു, ഒരുപാട് വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു കക്ഷിയാണ്. പക്ഷേ വലിയ ജനസ്വാധീനമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എന്താ കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ JDSന്, അതായത് ഈ NDAയുമായി ബന്ധമുള്ള JDSനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് അദ്ദേഹം RJDയിൽ വന്നു ചേർന്നു. അപ്പോൾ അദ്ദേഹം RJDയിൽ ചേർന്നതോട് കൂടിയിട്ട് ഇപ്പോൾ കോവളം സീറ്റ് ശരിക്ക് RJD ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് RJDക്ക് ലഭിക്കണം എന്നുള്ളൊരു വാശിപ്പുറത്താണ്. കാരണം ഇപ്പോൾ ISJDക്ക് അവിടെ സ്ഥാനാർത്ഥിയില്ല, അതോടൊപ്പം തന്നെ ആരും മത്സരിക്കാൻ വേണ്ടിയിട്ടില്ല, ഒരാളും ഇല്ല എന്നുള്ളതാണ് ഈ RJD പറയുന്ന വാദം. കാരണം നീലലോഹിതദാസൻ നാടാർ ഇങ്ങോട്ട് പോകുന്നതോടുകൂടി മുഴുവൻ പ്രവർത്തകരും ഇപ്പോൾ RJDയുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വേറെ പ്രവർത്തകര ആളുകളൊന്നും ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടി ISJPക്ക് ഇല്ല. അതുകൊണ്ട് ആ സീറ്റ് RJDക്ക് കിട്ടണം എന്നുള്ളൊരു പിടിവാശിയിലാണ് RJD ഉള്ളത്. അപ്പോൾ RJDയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കക്ഷിയുണ്ട്. അത് 2006 LDFന്റെ സ്ഥാനാർത്ഥിയുടെ കോവളത്ത് മത്സരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് റൂഫസ് ഡാനിയൽ. ഈ റൂഫസ് ഡാനിയലിന്റെ മകനാണ് ഫഹദ് റൂഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ 2020 ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു കക്ഷിയാണ്. ഈ പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞ RJDക്കാരനാണ്. ഈ RJDക്കാരനെ മന്ത്രി V ശിവൻകുട്ടി വീട്ടിൽ പോയി കണ്ട് അദ്ദേഹത്തെ ISJPയുടെ ഭാഗമാക്കി മാറ്റി. അതായത് RJDയിൽ നിന്നും ISJPയിൽ എത്തിച്ച് ISJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് കോവളത്ത് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു നിർദ്ദേശമാണ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ ഈ ISJP നേരത്തെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു, അതായത് കോവളം സുരേഷ്. പക്ഷേ ഈ കോവളം സുരേഷിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കോവളം സുരേഷ് നേരത്തെ BJPക്കാരനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ BJPക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്നതിൽ CPMനോടൊരു അതൃപ്തി, ആ അതൃപ്തിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ CPM തന്നെ ഒരു സ്ഥാനാർത്ഥിയെ ISJPക്ക് കൊടുത്തത്. അത് RJDയിൽ നിന്നുള്ള ഒരാളെ പിടിച്ചുകൊണ്ടുപോയി ISJPക്ക്, അതായത് ഈ പറഞ്ഞ കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിക്ക് കൊടുത്തു എന്നുള്ളതാണ് RJDയുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം.
അപ്പോൾ ഈ ഒരു പ്രശ്നം ശക്തമായ രീതിയിൽ സംസ്ഥാന കമ്മിറ്റിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് തന്നെ LDF വിട്ട് UDF പോകാനുള്ളൊരു നീക്കത്തിലാണ് MP ശ്രേയാംസ്കുമാറിൻ്റെ പാർട്ടി എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഇനി വേണ്ട. ഇത് കൂടാതെ തന്നെ ഇതിനകത്തിൻ്റെ പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. അതായത് ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിട്ട് കൽപ്പറ്റയിൽ നിന്ന് എങ്ങനെയാണെങ്കിലും ടി സിദ്ദീഖിനെ മാറ്റണം എന്ന് പല പ്രാവശ്യം പല വിധത്തിൽ ടി സിദ്ദീഖിന് പണി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ MP ശ്രേയാംസ്കുമാറിനെ ആലപ്പുഴയിൽ നടന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പഠന ക്യാമ്പിലേക്കൊക്കെ ക്ഷണിച്ചിരുന്നു. അന്നേ നമ്മൾ പറഞ്ഞിരുന്നതാണ് ശ്രേയാംസ്കുമാർ ആയിരിക്കും അടുത്ത പ്രാവശ്യം കൽപ്പറ്റയിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയെന്ന്. ഏകദേശം ഇപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് കൽപ്പറ്റയിൽ നിന്ന് ടി സിദ്ദീഖിനെ കോഴിക്കോട് ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിലേക്ക് ഇടും. അപ്പോൾ ഇപ്പോൾ നാദാപുരത്തോ അങ്ങനെ ഏതെങ്കിലും ഒരു മണ്ഡലമായിരിക്കും ലക്ഷ്യം വെക്കുക. അപ്പോൾ അവിടെ KM അഭിജിത്ത്, പ്രദീപ് കുമാർ, അങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ സീറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ജയന്ത് ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ സീറ്റിന് വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആർക്കെങ്കിലും ഒരാൾക്ക് അത് ഒരു പ്രശ്നമായിട്ട് മാറും. അപ്പോൾ ടി സിദ്ദീഖിനെ പോലുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ ഏതെങ്കിലും പരാജയപ്പെടുന്ന ഒരു സ്ഥലത്ത് കൊണ്ടിടാനായിട്ടായിരിക്കും ഒരുപക്ഷെ ഷാഫി ആഗ്രഹിക്കുന്നത്. ഷാഫി ഇപ്പം KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്, അധികാരമൊക്കെ കയ്യിലുള്ള ഒരു കക്ഷിയാണ്. വിചാരിച്ചാൽ ടി സിദ്ദീഖിന് വേണമെങ്കിൽ സീറ്റ് തന്നെ നൽകാതിരിക്കാനായിട്ട് സാധിക്കും. കാരണം ടി സിദ്ദീഖിനെ പോലുള്ള ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്നുള്ള മറ്റൊരു കോൺഗ്രസ് നേതാവ് മലബാർ മേഖലയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഷാഫിയുടെ തീരുമാനമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈസി ആയിട്ടാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൽപ്പറ്റയിൽ ശ്രേയാംസ്കുമാർ മത്സരിക്കും. പക്ഷേ കൽപ്പറ്റയിൽ ശ്രേയാംസ്കുമാർ മത്സരിക്കുന്നതോടുകൂടി അവിടെ നടക്കാൻ പോകുന്ന സംഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ LDF സ്ഥാനാർത്ഥി ഒരു ഈസി വിന്നിലേക്ക് പോകും. ഇപ്പോൾ കൽപ്പറ്റ മാത്രമാണ് ഇപ്പോൾ വയനാട് ജില്ലയിൽ കോൺഗ്രസ് വിജയിച്ചിട്ടുള്ള മണ്ഡലം. മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയും ഇപ്പോഴും LDF കീഴിലാണ്. അപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് ജില്ലയിലെ 3 നിയോജക മണ്ഡലങ്ങളും LDF പക്ഷത്തേക്ക് എത്താനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. ഇപ്പോൾ വയനാട് പുനരധിവാസ പദ്ധതിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ സ്വീകാര്യതയാണ് വയനാട്ടിലെ ജനങ്ങൾക്കിടയിൽ LDF ഉള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ചരിത്ര സംഭവമാണ്. അതിനിടയിൽ ടി സിദ്ദീഖിന് തന്നെ വയലിന് വേണ്ടിയിട്ടുള്ള ചില വിഡ്ഢിത്തരങ്ങളുണ്ട്. അതായത് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം ചോദിക്കുകയാണ്, ഈ സമയത്ത് അവിടെ കൊണ്ട് വീടുകൾ പണിയുന്നത് തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ തറക്കല്ലിട്ടത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ടി സിദ്ദീഖിനോട് ചോദിക്കുന്ന സമയത്ത് ടി സിദ്ദീഖിന് തിരിച്ചു പറയുന്ന മറുപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തറക്കല്ലിട്ടില്ലേ ഇട്ടിട്ടുള്ളൂ എന്നുള്ളൊരു ചോദ്യം, വീട് വെച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്ന ചോദ്യം ഉണ്ട്. കാരണം അത് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ട് തറക്കല്ലിട്ടു എന്നൊക്കെയുള്ള രീതിയിൽ ട്രോള് അദ്ദേഹത്തിന് തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികാരത്തിന് വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയക്കാരന് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതെ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ പറയാം. പക്ഷെ നല്ലൊരു ബിസിനസ്സുകാരനാണ് ഈ ശ്രേയാംസ്കുമാർ എന്ന് പറയുന്നയാൾ. അദ്ദേഹത്തിന് മാതൃഭൂമിയിൽ നിന്ന് തന്നെ 50 ലക്ഷം രൂപ മാസം വരുമാനം കിട്ടുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. മാതൃഭൂമി സ്ഥാപനങ്ങളുടെ എല്ലാം മേധാവിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആളാണ് ശ്രേയാംസ്കുമാർ എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സർവേ ഒക്കെ ഉണ്ട്. ആ സർവേയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും പിണറായി വിജയനും ശ്രേയാംസ്കുമാറുമായിട്ട് നേരിട്ട് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. എങ്കിൽ തന്നെയും ഏറ്റവും ഒടുവിൽ സംഭവിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ വിസ്മയമായിരിക്കും ഈ പറഞ്ഞ ശ്രേയാംസ്കുമാറിന്റെ LDF ഇട്ടുള്ള UDF പ്രവേശനം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഏതെങ്കിലും തരത്തിൽ കോവളം നിയോജക മണ്ഡലത്തിന്റെ കാര്യത്തിൽ ഒരു മാറ്റം LDF വരുത്തി കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ തന്നെ തുടരും. കാരണം പിന്നെന്താ വെച്ചാൽ ഒരു കാരണം പറയാനില്ല. ഇപ്പൊ ഇവർ പ്രധാനമായിട്ടും പറയുന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ISJP എന്ന് പറയുന്ന കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിക്ക് കോവളത്ത് സ്ഥാനാർത്ഥിയില്ല. എന്നാൽ RJDയിൽ 4-5 സ്ഥാനാർത്ഥികളുണ്ട്. അതിൽപ്പെട്ട ഒരാളെയാണ് ഇപ്പോൾ മന്ത്രി V ശിവൻകുട്ടി ഇടപെട്ട് RJDയിൽ നിന്നും ISGPയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഉള്ള ഒരു അസ്വസ്ഥത, ആ അസ്വസ്ഥത പറഞ്ഞിട്ടാണ് ഇവർ LDF ഇട്ട് UDF പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ കോവളം സീറ്റിന്റെ കാര്യത്തിൽ RJDക്ക് ഉറപ്പ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും RJD LDF തന്നെ നിൽക്കും. കോവളം സീറ്റ് കിട്ടാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് അവർ ഇടതുപക്ഷം വിട്ടിട്ട് UDF ഭാഗമായിട്ട് മാറും. ആ സമയത്തും KP മോഹനും മനയത്ത് ചന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാർ അവർ LDF തുടരുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും. ഏതെങ്കിലും അധിക ദിവസം നമുക്ക് കാത്തിരിക്കേണ്ടി വരത്തില്ല. വരും ദിവസങ്ങളിൽ തന്നെ ശ്രേയാംസ്കുമാറിന്റെ തീരുമാനം എന്താണ് എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മുന്നണിക്കകത്ത് അസ്വസ്ഥരാണ്, ഞങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന കിട്ടുന്നില്ല, ഇങ്ങനെയുള്ള ഒരുപാട് പരിതാപങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേത് രീതിയിലാണ്, ഇതൊക്കെ ഒരു മുന്നണി മാറുന്നതിന് മുമ്പുള്ള ചില ലക്ഷണങ്ങളാണ്. നമ്മൾ ചില അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ തന്നെ മുന്നണി മാറുന്നതിന് മുമ്പുള്ള ചില ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന സംഭവം ഇതുതന്നെയായിരിക്കും. കോവളം സീറ്റ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവസാനമായിട്ട് പറയാൻ പറ്റും ശ്രേയാംസ്കുമാറിന്റെ RJD ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടിട്ട് UDF ഭാഗമായിട്ട് മാറും. അപ്പോൾ വേറൊരു കാര്യം കൂടി സംഭവിക്കും. RJDക്കകത്ത് തന്നെയുള്ള KP മോഹനൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടതുപക്ഷത്ത് തുടരുകയും എന്നാൽ ഈ ISJPക്കകത്ത് ഉള്ള ചില ആളുകളുണ്ട്, അവർക്ക് UDF പോകാൻ വേണ്ടി താല്പര്യമുള്ള ചില ആളുകളുണ്ട്. അത് ജോസ് തെറ്റലിൻ്റെ നേതൃത്വത്തിലുള്ള കുറേ ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില ആളുകൾ ഒരുപക്ഷെ RJD പോകാനായിട്ടുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. എങ്കിലും വരും ദിവസങ്ങൾ ഏറെ പ്രാധാന്യമുള്ളതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം.